അപ്പോൾ ഇതൊരു ലിഞ്ചിപ്പറക്കിലൊരു ഹൗസ് കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അപ്പോൾ അവിടെ വീട് പണിയുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. വീട് ചെറിയൊരു വീട് പോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കമാണ് ഇത് കാണിക്കണം. അപ്പോൾ ഇവർ തറ കെട്ടിയേക്കണതാണ്. അപ്പോൾ ബേസ്മെൻറ്റ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിരിക്കണത് സിമെൻറ്റ് കെട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം. ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഞാൻ കണ്ടില്ലേ. സാധാരണ എല്ലായിടത്തും ഇന്ത്യയിലൊക്കെ കേരളത്തിൽ പാറ വെച്ചിട്ടാണല്ലോ, ഇത് സിമെൻറ്റ് കെട്ട് വെച്ചിട്ട്. അപ്പോൾ സിമെൻറ്റ് കെട്ട് വെച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ അത് ഫ്ലോറിങ്ങിന് മുമ്പ് ഇത് മെറ്റലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പുതിയൊരു കാഴ്ചയാണ്, ഈ പാറയല്ലാതെ സിമെൻറ്റ് കെട്ട് വെച്ചിട്ട് ഇത് കെട്ടണത്. അപ്പോൾ ഇതിൻ്റെ പല സ്റ്റേജുകൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മെക്സിക്കൻസ് അമേരിക്കയിൽ ഈ ഒരുവിധപ്പെട്ടുള്ള വീടുകളൊക്കെ പണിയണത്. അപ്പോൾ ഇത് വെറുതെ മരത്തിൻ്റെ കഷ്ണങ്ങളാണ് ഈ വാളായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ റൂമുകളൊക്കെ ഇങ്ങനെ ഈ മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആ ഷീറ്റ് പോലെ പിടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി ബാക്കിയുള്ള ഷോട്ട്സൊക്കെ ഞാൻ കാണിക്കാം. അല്ല, അതിൻ്റെ സ്റ്റേജസ് വീട് നിർമ്മാണത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കണം. അപ്പം നമ്മൾ വീടിൻ്റെ പണിയുടെ പ്രോഗ്രസ് കാണിക്കുകയാണ്. ഇപ്പോൾ അത് ഇതിൽ വാർക്ക വെച്ചിട്ടുണ്ട്. അപ്പം അത് മരത്തിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പോലെ വെച്ചേക്കാണ്. എന്താ മെറ്റീരിയൽ എന്ന് അറിയില്ല, ഏതാണ്ട് മരം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ മുകളിൽ ഉണ്ടാക്കിയേക്കണത് മരം വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ ആ ഷീറ്റ് പോലെയുള്ളത് മരമാണെന്നൊരു ഡൗട്ടുണ്ട്. കണ്ടിട്ട് മരം പോലെ ഉണ്ട്. ഇങ്ങനെയാണ് പണിയുടെ പ്രോഗ്രസ് നടക്കണം. അപ്പോൾ വീട് നിർമ്മാണം ഇവർ വാളായിട്ട് ഇത് പ്ലൈവുഡ് ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട് നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ വാർക്കട വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതിൻ്റെ അകത്ത് ഇതാണ് ഇവരുടെ വാർക്ക. ഇത് മുകളിൽ പലക തന്നെ. വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ മുകളിലൊക്കെ അത് നമ്മുടെ മതിലൊക്കെ തടി വെച്ച് ഇതേപോലെ പണിതുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ജോയിൻ്റ് അടിച്ചടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മരം കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ പുരോഗമിക്കണം. ഓക്കെ, ഇത് നമ്മുടെ വീട് കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചത് പിന്നെ കണ്ടിന്യൂഷനാണ്. ഇത് ഇവിടെ റൂഫിങ് അടിക്കണേ. എല്ലാം തടിയുടെ പണിയാണ്. ഒരു പിടിപ്പിക്കുന്നത് ഷീറ്റ് ഈ തടിയുടെ മുകളിലോട്ട് അടിച്ച് പിടിപ്പിക്കുക. ഈ ഷീറ്റാണ്, ഇത് പ്ലൈവുഡ് പോലത്തെ ഷീറ്റാണ്. അതാണ് നേരെ മുകളിലോട്ട് ഇവർ അവിടെ ചരിച്ച് വെക്കണം.
ആണി അടിക്കണമല്ല, മെഷീൻ വെച്ചിട്ട് അടിക്കുകയാണ്. മെഷീൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂഫിംഗ് പണികളൊക്കെ പുരോഗമിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് ഈ മോഡലൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ് 2 മുറി താഴ്ത്തും ഒരു മുറി ഒരു ഡ്രോയിങ് റൂം കണ്ടാണ്. പെർമിഷനിലാണ്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല, വേണമെങ്കിൽ സൂം ചെയ്തെന്ന് കാണിക്കുക. അപ്പോൾ മുറിയുടെ ആകമൊക്കെ ഇതുപോലത്തെ പണിയാണ്, തടി വെച്ചിട്ടുള്ള പണികളാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ പേടിയാവും, പക്ഷെ അത് നിൽക്കുന്നുണ്ട്, എങ്ങനെയാണെന്നാവും. മുറിയുടെ ആകമൊക്കെ ഇതേപോലെയാണ്, ഈ തടി വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. മേൽക്കൂര ഇങ്ങനെയാണ്, മേൽക്കൂര ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശം ഇതുപോലെ ഇരിക്കണം. ഇനി അപ്പുറത്തെ മുറി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ 2 വീട് വേറെ കൂടി പണിയുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഇവർ ചെയ്യണേ. അതുകൊണ്ട് അവിടെ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഇതുണ്ട്, ഇത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാതെ മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് മുകളിലേക്ക്. ഇങ്ങനെ തടി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, തട്ടിക്കൂട്ട് പരിപാടിയാണ്. എന്തുകൊണ്ടാണോ ഇവർ ഈ കൺസ്ട്രക്ഷൻ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മറ്റേ കോൺക്രീറ്റിൻ്റെ കൺസ്ട്രക്ഷനും ഉണ്ട്, പക്ഷേ ഇതാണ് ഇവിടെ ഫോളോ ചെയ്യുന്ന ആളുകൾ. അപ്പുറത്തും കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ മുകളിലത്തെ ആ റൂഫിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലകടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ, ഈ കറുപ്പ് ഇതൊരു സിന്തറ്റിക് മെറ്റീരിയലാണ്, ഇതടിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റൂഫിങ്. മരത്തിൻ്റെ മുകളിൽ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ അടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് ഇതൊരു സിന്തറ്റിക് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് പോലത്തത്. പുറത്തുള്ളത് നമ്മൾ കണ്ട് തടിയുടെ മതിലാണ്, അതിൻ്റെ പുറത്ത് ഒരു കാർഡ്ബോർഡ് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെക്കും. അങ്ങനെയാണ് ഈ പുറത്തുള്ള മതിൽ ഭാഗം ചെയ്തേക്കുന്നത്. ഇത് ഒരുവിധമൊക്കെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഫ്രണ്ട് വ്യൂവും കൂടി കാണിക്കാം. അത് അമേരിക്കയിലെ വേറൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സാണ്. അപ്പോൾ എല്ലാ വീടുകളും ഫുള്ളി തടി വെച്ചിട്ടല്ല, ഹൈബ്രിഡ് മോഡലിലും പണിയുന്നതാണ്. ഇപ്പോൾ ഇത് ഹൈബ്രിഡ് മോഡൽ എക്സാമ്പിളാണ്. ഇപ്പോൾ താഴത്ത് ഫ്ലോറിൽ ഇഷ്ടിക കോൺക്രീറ്റ് വെച്ചിട്ട് പണിതിട്ട് മുകളിലോട്ട് പിന്നെ അകത്തോട്ടും മുകളിലോട്ടും ഒക്കെ തടി വെച്ച് പണിതേക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് മോഡലാണ്. ഇങ്ങനെയും പണിയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്യുവർ കോൺക്രീറ്റ് മോഡലും ഉണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ തടിയുടെ വീടുകളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഇതേപോലത്തെ ഇതൊക്കെ 90% തടിയാണിത് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് കാണിച്ച പോലുള്ള ഹൈബ്രിഡ്, പിന്നെ ഫുള്ളി കോൺക്രീറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കൺസ്ട്രക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വീട് നിർമ്മാണം. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഞാനിനി അധികമൊന്നും കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് നെറ്റിൽ കിടപ്പുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിക്കും ഇതെന്താണ് തടി വെച്ച ഒരു പണിയാണെന്ന്. അപ്പോൾ അത് 3 റീസണാണ് പറഞ്ഞത്. ഒന്ന് കോസ്റ്റ്, എക്കണോമിക്സ്, പിന്നെ ഇത് അമേരിക്കൻ രാജ്യം
ഇപ്പം ഇന്ന് കാണുന്നത് ഈ രീതിയിലാക്കിയത് യൂറോപ്യൻസ് ആണല്ലോ. പണ്ട് യൂറോപ്യൻസ് ഇവിടെ വന്ന് കുടിയേറി പറഞ്ഞത്. അപ്പോൾ ഇവിടെ കണ്ടവൻ കാടും തടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തടി എളുപ്പത്തിൽ കിടന്നുകൊണ്ട് അവരങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലെക്സിബിളാണെന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂകമ്പോ അങ്ങനെ ഇറക്കിയൊക്കെ കൊന്നാലും ഇത് വീഴാതെ നിൽക്കുമെന്നാണ് പറയണത്. കോൺക്രീറ്റ് കെട്ടുന്നതിനേക്കാളും നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് നിൽക്കുമെന്ന് പറയണം. അപ്പോൾ ഈ 3 കാരണം കൊണ്ടാണ് അവർ ഇങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ, മറ്റേ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് എക്സ്പെൻസീവ് ആവും. ഇതൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടിയൊന്ന് ഒരു 90 ദിവസത്തിനുള്ളിലാണ്. 3 മാസത്തിനുള്ളിൽ ഇവർ എല്ലാ പണിയും കഴിച്ച് ഡോക്യുമെൻറ്റേഷനും ആക്കി വീട് റെഡിയാക്കി കൈത്തരും. പണിയാൻ 1 മാസം മതി എന്ന് പറഞ്ഞാൽ, പിന്നെ പേപ്പർ വർക്കിന് കൂടിയൊന്ന് ഒരു 2 മാസം എടുക്കുന്നതാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം.